ഹലോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ചെറുപയറിന്ന് കുറച്ച് ചെറുപയർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെറുപയർ ജസ്റ്റ് പച്ചമുളകും പിന്നെ അതുപോലെ ഉപ്പിട്ടിട്ട് വെറുതെ വേവിച്ചെടുത്താണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും ചെറുപയറാണ് സ്കൂളിൽ നിന്ന് കിട്ടലുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കഞ്ഞി കുടിക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഏതായാലും ഇത് ചെറുപയർ മാത്രമല്ലാണ്ട് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഉള്ളി ചെറിയ ഉള്ളി അമ്മ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി കുറച്ച് അധികം വേണം. 2 ചമ്മന്തിയായിട്ട് ഉണ്ടാക്കണത്. ഇതൊന്ന് കണ്ടോ, ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കാന്താരിമുളകും ഒരു സവോളയും അതുപോലെ ഇഞ്ചിയും പാടെ ചേർത്തിട്ട് ഒരു ചമ്മന്തി. അടുത്തത് നമ്മൾ ഈ ഉണക്കമുളകും പിന്നെ അതാ ചുവന്ന ഉള്ളിയും കൂടെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കാം. അമ്മയ്ക്കൊരു ഫോൺ എന്നപ്പോൾ അമ്മ പോയിട്ട് അപ്പോൾ അച്ഛനാട്ടോ ഉള്ളിൽ വന്നിട്ട് തന്നെ അച്ഛൻ ഫുള്ള് എടുത്തോട്ടോ. ഇതുണ്ടോ, ഇത് അമ്മ ഇപ്പോൾ നമ്മളെ മുഷിമിലെ കുഞ്ഞു മാങ്ങളൊക്കെ വീണ് കിടക്കുന്ന സമയത്തേ ഫുള്ള് ഞങ്ങളപ്പോൾ അമ്മേനെ വെറുതെ ഞാൻ പറയുന്നതിന് അമ്മ കുട്ടി ആ മാങ്ങയൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു കാര്യമായത് അമ്മ അത് ഫുള്ള് ഉപ്പിലിട്ട് വെച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടും. ആ കുഞ്ഞു മാങ്ങ കണ്ണിമാങ്ങേൻ്റെ ആ പരുവെല്ലാം മാങ്ങയാണ്. അതിൽ കാന്താരിമുളകും ഉണ്ട്. കാന്താരിമുളകും പിന്നെ ഈ കുഞ്ഞി കണ്ണിമാങ്ങയും കൂടെ കൂട്ടിയിട്ട് കൊടുത്താൽ മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്, അല്ലാതെയൊക്കെ ഇട്ടിട്ട് കേട്ടോ. പറയാൻ കഴിയില്ല, വായിൽ വെള്ളം വന്നിട്ട് അതിൻ്റെ മണം. ഒരു കാര്യമായി ഇപ്പോൾ അതുകൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. സൂപ്പറാ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ടു, കാന്താരിമുളകാണ് അത് ഇട്ട് കൊടുത്തു, മാങ്ങ ഇട്ട് കൊടുത്തു. മാങ്ങയിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചമ്മന്തി ടേസ്റ്റ് കൊടുത്ത് ഉപ്പുണ്ടാകും. മാങ്ങയിൽ ഉപ്പുള്ളതോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണേ. അപ്പോൾ ഇട്ട് കൊടുക്കാം, മതിയാവും. നമ്മൾ ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. ശക്തി ചൂടാവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ മുളകിൻ്റെ ഈ കോലൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഇത് ഫുള്ള് മുളകൊന്നും എടുക്കില്ല, നല്ല എരിവാണ്. കുറച്ച് മതി. ഇല്ല, ഫുള്ള് എടുക്കൂല. മുളക് ഒന്നും കുറച്ച് ഇതായിട്ട് കൊടുത്താൽ പോരെ. അതിൽ ഉപ്പ് കുറവേന്, ഞാൻ കുറച്ചുകൂടി ഇട്ടുണ്ട്. കുറച്ച് കുറവേന്, അപ്പോൾ കുറച്ച് ഇട്ടു. ഇത്ര ആയാൽ പോരെ മുളക്. ആ തീര് കുറച്ചമ്മ. പുളിയില്ലേ, പുളിയമ്മ കുറച്ച് പുളി വേണം. ആ ഒന്ന് കഴുകിയിട്ട് ഇത്ര മതിയോ? ഞാൻ ഇത് മിക്സിയിലിട്ടിട്ടല്ല അരയ്ക്കണത്. അപ്പോൾ അമ്മിമേൽ വെച്ചിട്ട് അരയ്ക്കാം. കുറേ കാലമായി അമ്മിമേൽ വെച്ച് ചമ്മന്തിയൊക്കെ അരച്ചിട്ട്. അപ്പോൾ അരയ്ക്കാം. ഈ കുട്ടി ഉണ്ടല്ലോ, അമ്മിക്കുട്ടി, ഈ അമ്മീൻ്റെ കുട്ടിയല്ല കേട്ടോ. ഈ അമ്മീൻ്റെ കുട്ടി മരിച്ചുപോയി. ഇത് വേറെ കൊണ്ടുവന്നതാ. നമുക്ക് അരയ്ക്കാം. കുറേ ആയിട്ടോ ചതയ്ക്കാൻ, ജസ്റ്റ് ചതയ്ക്കാനൊക്കെ വരുന്നല്ലാതെ അമ്മിമേൽ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് കുറച്ച് കാലമായി. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു.
റെഡി കേട്ടോ. അപ്പോൾ നമ്മളെ അമ്മീമല അരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഞ്ഞി കുടിക്കട്ടെ. നമ്മുടെ കുത്തരി കഞ്ഞി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഈ ചമ്മന്തി വെച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചെറുപയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേട്ടോ 2 വിധം ചമ്മന്തി ചെറുപയറൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കുകയാണ്. ചുട്ട പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. പക്ഷെ പപ്പടം ഇവിടെ ഇല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് കുടിക്കാം. ഈ ചമ്മന്തി ചെറുപയറും കൂടി മിക്സ് ചെയ്തിട്ട് കുടിച്ചോക്കാം. ചമ്മന്തി നല്ല രസം ഇട്ടത്. അമ്മീമല ചമ്മന്തി നല്ല രസമുണ്ട്. ഈ മിക്സിന്നൊക്കെ വരുന്നതിനൊക്കെ മുന്നേ പണ്ടൊക്കെ അതേപോലെ അമ്മീമേലൊക്കെ അരച്ചിട്ട് ഞങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മക്കൾക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയണ്ടാവില്ല. അമ്മി തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ വീട്ടിലൊന്നും. നമ്മളെ വീട്ടിൽ അമ്മിയും ഒരലും ഒക്കെ എല്ലാം ഉള്ളതിനെ പക്ഷെ ഇപ്പോൾ എടുക്കലില്ലാന്നുള്ളൂ. പക്ഷെ ഞാനൊരു റീൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മീമേൽ ചമ്മന്തി അരക്കാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി. അപ്പോൾ ഒന്ന് അരച്ച് നോക്കിയതാണ്. സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് അരച്ച് നോക്കിട്ടോ, അടിപൊളി. അപ്പോൾ ഇത് ചെറുപയർ നമ്മളെ മാങ്ങ ചമ്മന്തി, മറ്റേ മാങ്ങ ചമ്മന്തിനോട് കാണാനില്ല, അലിഞ്ഞ് പോയി ഒന്ന് എല്ലാം പാടെ കൂട്ടിയിട്ട് ഇതങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് കുട്ടിക്ക് തന്നെ. വേറെ അടിപൊളി. അപ്പം ഞാനിത് കുടിച്ച് തീർക്കട്ടെ കേട്ടോ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.